കേരള തമിഴ്നാട് അതിർത്തിയിൽപ്പെട്ട വികസനമെന്നത് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാതിരുന്ന ഒരു പറ്റം ഹതഭാഗ്യർ വസിച്ചിരുന്നു. മലയോര ഗ്രാമമായ കാരക്കോണത്തിനെ ഇന്ന് ദക്ഷിണേന്ത്യയിലെ ഒന്നാംകിട മെഡിക്കൽ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റിയതിനു പിന്നിൽ ലോകമറിഞ്ഞ മികച്ച ഒരു ഭിക്ഷങ്കുരന്റെ കഠിനാധ്വാനത്തിന്റെ കഥയുണ്ട്. മാറാ രോഗങ്ങളെ വേരോടെ പിഴുതെറിഞ്ഞ് ഒരു ഗ്രാമത്തെ മാത്രമല്ല ദേശത്തെയും രക്ഷിച്ച ദേവദൂതനായ ആതുര സേവകന്റെ നേരിന്റെ കഥ, വിജയകഥ, സക്സസ് സ്റ്റോറി. കാരക്കോണം CSI ഹോസ്പിറ്റലിന്റെ വളർച്ചയിൽ ഡോക്ടർ ജെ ബെന്നറ്റ് എബ്രഹാമിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന അപൂർവം ആതുര സേവകർ കൂടിയുണ്ട്. ആശുപത്രിയുടെ ഇല്ലായ്മയിലും വളർച്ചയിലും ഒപ്പത്തിനൊപ്പം നിന്നവർ: ഡോക്ടർ മൊയ്തീൻ അബ്ദുൽ ഖാദർ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനസ്തേഷ്യ; ഡോക്ടർ പുനിതൻ, പ്രൊഫസർ ആൻഡ് HOD ഡിപ്പാർട്ട്മെന്റ് ഓഫ് സർജറി. സ്വാശ്രയ മേഖലയിലെ ആദ്യ മെഡിക്കൽ കോളേജ് എന്ന ഖ്യാതി നേടിയ CSI മെഡിക്കൽ കോളേജിലെ MBBSന്റെ സീറ്റ് 100-ൽ നിന്ന് 150 വർദ്ധിപ്പിക്കാനും മാനേജ്മെന്റിന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ 7-ലധികം വിഭാഗങ്ങളിൽ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ, പാരാമെഡിക്കൽ ബിരുദ കോഴ്സുകൾ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ PG കോഴ്സ്, 15ഓളം മെഡിക്കൽ വിഭാഗങ്ങളിലെ PG മെഡിക്കൽ കോഴ്സുകളും നിലവിലുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനമായ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBSഉം ഹൗസ് സർജൻസിയും കഴിഞ്ഞ ശേഷം 1986 ഒക്ടോബർ 16 കാരക്കോണത്ത് കാലുകുത്തുന്ന ദിവസം ഇന്നലെ പോലെ ഇന്ന് ഞാൻ ഓർക്കുന്നു. ഒരു ചെറിയ ഓടിട്ട കെട്ടിടം, 3 ഔട്ട് പേഷ്യൻസ് 24 മണിക്കൂറിൽ, ആകെ സ്റ്റാഫിൻ്റെ എണ്ണം 3, പൂട്ടിയിട്ടിരുന്ന വാർഡ്, ഒന്നും ഇല്ലായ്മയിൽ നിന്നും തുടങ്ങിയ ഒരു തുടക്കം. ഒരു വലിയ വെല്ലുവിളിയായിരുന്നു അത്, സംശയമില്ല. ആദ്യത്തെ 3 ദിവസം കഴിഞ്ഞപ്പോൾ സ്വയം ഞാൻ ചിന്തിച്ചു, ഇതിനായിരുന്നോ വെല്ലൂരിൽ പോയി പഠിച്ച് വന്നത്? അത്ഭുതമെന്ന് പറയട്ടെ, ഓരോ ദിവസം കഴിയും തോറും പേഷ്യൻസിൻ്റെ എണ്ണം കൂടി വരുമ്പോഴും, താമസ സൗകര്യം എനിക്ക് താമസിക്കുവാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിലും, ആഹാരം കഴിക്കുന്നതിനും മറ്റും ഹോട്ടലുകളില്ലായിരുന്നെങ്കിലും, ഒരു വെല്ലുവിളിയായി തന്നെ എടുത്ത് രാപകലില്ലാതെ, രാത്രി വന്നാലും പകൽ വന്നാലും എപ്പോൾ പേഷ്യൻ്റ് വന്നാലും അവർക്ക് ഞാൻ അവൈലബിൾ ആയിരുന്നു. ആ ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പേഷ്യൻസിന് വിശ്വാസ്യത കൂടുകയും 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ OP 35 കിടത്താവുന്ന പേഷ്യൻസിൻ്റെ മാക്സിമം എണ്ണം 6 കാരണം 6 കയർ കട്ടിലുകൾ മാത്രമാണ് വാർഡിൽ ഉണ്ടായിരുന്നത്. ഉള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്തു വന്നപ്പോൾ പേഷ്യൻസിന് പ്രിസ്ക്രിപ്ഷൻ പാഡുകൾ പോലും, അവർക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുന്നതിനുള്ള തുണ്ട് പേപ്പർ പോലും ഇല്ലാതെ വന്ന സാഹചര്യത്തിൽ അന്നിരുന്ന നെയ്യൂർ മിഷൻ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ടുമായിട്ട് ഒരു ബന്ധം, ചെറിയൊരു തുടക്കം തുടങ്ങി. കാരണം ലോക പ്രശസ്തി ആർജിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ മിഷൻ ആശുപത്രിയായിരുന്നു 1940-കളിൽ നെയ്യൂർ മിഷൻ ആശുപത്രി. അതിൻ്റെ ശാഖയായ മാർത്താണ്ഡം മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഒരു കുഞ്ഞു ഉപശാഖ മാത്രമായിരുന്നു കാരക്കോണം. ആ പാരമ്പര്യം, ആ പിതൃത്വം ഓർത്ത് അവരോട് പോയി സഹായം ചോദിച്ചപ്പോൾ ലഭിച്ച, അവരുപയോഗിച്ച് അതിൻ്റെ ചില എഡ്ജുകളെല്ലാം എലിയും ചെതലുമൊക്കെ കടിച്ചത് ഉപയോഗിച്ച് തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഒന്നിനും ഒരു പൈസ മഹായിടവകയിൽ നിന്ന് ഇങ്ങോട്ട് തരാനുമില്ലായിരുന്നു. ഉള്ളത് വെച്ച് എങ്ങനെ ഒരു തുണ്ട് പേപ്പറായാലും അതിലെന്തെങ്കിലും എഴുതിയാൽ അതിനെ വേസ്റ്റ് ചെയ്യാതെ മറു സൈഡ് എഴുതി ഉപയോഗിച്ച് ആ രീതിയിൽ തുടങ്ങിയ തുടക്കം. പക്ഷെ അത്ഭുതകരമാം വണ്ണം 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഔട്ട് പേഷ്യൻസിൻ്റെ എണ്ണം കൂടുകയും ഓരോ ദിവസം കഴിയുമ്പോഴും ഈ ചുറ്റുപാടിലുള്ള ജനങ്ങൾക്ക് ഈ സ്ഥാപനം പ്രയോജനപ്പെടുമെന്നുള്ളൊരു വിശ്വാസം വന്നപ്പോൾ മദ്രാസ് മെഡിക്കൽ കോളേജിൽ എൻ്റെ വൈഫ് ഗൈനക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുകയായിരുന്നു. അവരോടും ഞാൻ സംസാരിച്ചു. അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട്
1988 അവരും ഇവിടെ ജോയിൻ ചെയ്തു. തുടർന്നുണ്ടായ വളർച്ച മനുഷ്യർക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. അസാമാന്യം, വിശ്വസിക്കാൻ പറ്റുന്ന വളർച്ചയല്ല, സ്വപ്നം കാണാൻ പറ്റുന്ന വളർച്ചയല്ല. നെയ്യാറ്റിൻകര താലൂക്കിലെ ആദ്യത്തെ സിസേറിയൻ ഇവിടെ ചെയ്തു, ആദ്യത്തെ ലാപ്രോട്ടമി, ആദ്യത്തെ തൈറോയിഡ് സർജറി തുടങ്ങിയ പല ആദ്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചു. സംശയമില്ല, ഞാൻ ധൈര്യമായിട്ട് പറയുന്ന ഒരു സംഗതി, കാലാകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ബിഷപ്പന്മാരും കാലാകാലങ്ങളിൽ സഭയുടെ നേതൃത്വത്തിലിരുന്ന മഹായിടവക ഭാരവാഹികളും അവരാൽ കഴിയുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും നൽകി. സാമ്പത്തികം നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല, കാരണം അവിടുത്തെ സ്ഥിതിയും അതുപോലെ മോശമായിരുന്നു. പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മനോധൈര്യം നൽകുകയും അതിനുള്ള സ്വാതന്ത്ര്യവും നൽകിയപ്പോൾ ഞങ്ങൾക്കിവിടെ ജോലി ചെയ്തിരുന്ന ഭാരവാഹികളായ മെഡിക്കൽ സൂപ്രണ്ടൻ്റായാലും അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറായാലും നഴ്സിംഗ് സൂപ്രണ്ടായാലും തുടങ്ങിയവർക്ക് ഒറ്റ ടീമായി വർക്ക് ചെയ്യാൻ സാധിച്ചു. അന്ന് ഈ ക്യാമ്പസിൽ രാഷ്ട്രീയം ഒട്ടുമില്ല, സഭാരാഷ്ട്രീയം 0, ഒറ്റ ഉന്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാലക്രമേണ മെഡിക്കൽ കോളേജ് എന്നുള്ള പ്രസ്ഥാനം ഉയർന്നു വരുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ വളരെയധികം കഷ്ടപ്പെട്ടു. അന്നിരുന്ന മഹായിടവക ഭാരവാഹികൾ, അന്നിരുന്ന മെഡിക്കൽ മിഷൻ ഭാരവാഹികൾ, അന്നിരുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഭാരവാഹികളും അഹോരാത്രം പണിയെടുത്തു. മെഡിക്കൽ കോളേജ് ലഭിച്ച് കഴിഞ്ഞപ്പോൾ അതിന് ശേഷം കഷ്ടകാലം തുടങ്ങി. സഭാ രാഷ്ട്രീയവും ഇതിനകത്ത് കയറി. നമുക്ക് എന്ത് ചെയ്താലും തെറ്റ്, നൂന്ന് പോയാലും കുഴപ്പം, തിരിഞ്ഞ് പോയാലും വളഞ്ഞു പോയാലും എങ്ങനെ പോയാലും കുഴപ്പം, എന്തിൽ തൊട്ടാലും കുഴപ്പം. ഒരു അംഗീകാരവും ഇല്ലാത്ത സഭയിലെ ഒരു കൂട്ടം ജനങ്ങളുടെ ശാപവാക്കുകൾ മാത്രം കേട്ട് നിൽക്കുമ്പോൾ അഭിവന്യ തിരുമേനിമാർ പറഞ്ഞത് ഇപ്രകാരമാണ്. ഭാരവാഹികൾ പ്രോത്സാഹിപ്പിച്ച് ചിലർ പറഞ്ഞ വാചകം ഇന്നും ഞാൻ ഓർക്കും. മരുഭൂമിയിൽ ഒട്ടകം ചുമടും താങ്ങി നടന്നുകൊണ്ടേയിരിക്കും. സൈഡുകളിൽ ഒട്ടകത്തെ കാണുമ്പോൾ നായ്ക്കൾ കുരച്ചുകൊണ്ടേയിരിക്കും. ഡോക്ടർ ഇതൊന്നും മൈൻഡ് ചെയ്യരുത്. ഡോക്ടർക്കൊരു മനസാക്ഷിയുണ്ട്. ഡോക്ടർ ചെയ്യേണ്ട ജോലികൾ ചെയ്യുക, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യരുത്. എന്ത് ചെയ്താലും കമ്മിറ്റിയുടെ അനുവാദം കൂടി വാങ്ങിച്ചോളണം. അതൊരു വലിയ ബലം എനിക്ക് നൽകി. കമ്മിറ്റി പറഞ്ഞിട്ടില്ലാത്തത് ഒന്നും ഈ ക്യാമ്പസിൽ ചെയ്തിട്ടില്ല. ഞാൻ തിരുനെൽവേലി മെഡിക്കൽ കോളേജിലെ MBBS കഴിഞ്ഞ ഉടനെ ഒരു 10 ദിവസത്തിനുള്ളിൽ കാരക്കോണം മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറായിട്ട് ജോയിൻ ചെയ്ത്, അപ്പോൾ ഡോക്ടർ ജയലാലിന് എന്നോട് സീനിയർ ഒരുത്തർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ തന്നെ എന്നെ, ഖാദർ ഡോക്ടറെ, ഉമ, സുജ എല്ലാവരെയും വിളിച്ച് അവിടെ ഒരു ബോർഡർ, കേരള തമിഴ്നാട് ബോർഡറിൽ ഒരു മിഷൻ ഹോസ്പിറ്റൽ ഉണ്ട്, അതിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ വരുമോയെന്ന് ചോദിച്ച്. അപ്പോൾ നമ്മൾ അമ്മയടുത്തും അച്ഛനടുത്തും പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം. ക്രിസ്ത്യൻ മിഷൻ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് എൻ്റെ അമ്മയും അച്ഛനും ഉടനെ സമ്മതം പറഞ്ഞ് നമ്മളിവിടെ ഇടയ്ക്ക് ഒരു ദിവസം ആംബുലൻസിൽ ഇവിടെ ഹോസ്പിറ്റലിൽ കാണാൻ വേണ്ടി ഞാൻ, ഖാദർ 2 പേരും വന്നപ്പോഴത് ഡോക്ടർ ബെന്നറ്റ് അപ്പോൾ ഒരു പോയിസൺ പേഷ്യൻ്റെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന്, ഇവിടെ എല്ലാം കരിച്ച ഗുളിയെ കഴിച്ചിട്ട് കുറേ പോയിസൺ പേഷ്യൻ്റ് അപ്പോഴേ വരും. അപ്പോൾ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ എന്നെയും ഖാദറേയും ആ ട്രീറ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്തി. അപ്പോൾ നമ്മൾ 2 പേരും പേഷ്യൻറ്റിന് ലൈൻ സ്റ്റാർട്ട് ചെയ്യുകയും പേഷ്യൻ്റ് അറസ്റ്റായപ്പോൾ ഇൻറ്റുബേറ്റ് ചെയ്യുകയും ചെയ്ത് ഉടനെ തന്നെ ഡോക്ടർ ബെന്നറ്റ് എങ്ങൾ 2 പേരെയും ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ പുറത്തുള്ള സ്റ്റാഫ് എടുത്ത് പറഞ്ഞിരിക്കുന്നു, 2 മിടുക്കന്മാർ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇവരെ ഞാൻ ഇവിടെ എപ്പോഴും വച്ചിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഡോക്ടർ ബെന്നറ്റ് ഞങ്ങളുടെ പ്രോഗ്രസ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് അവരുടെ ലീഡർഷിപ്പിൽ
നമ്മൾ രണ്ടുപേരും സ്പോൺസർഷിപ്പ് വാങ്ങി ഖാദർ, ഞാൻ, ഉമ, സുജ എല്ലാവരും വെല്ലൂരിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എൻട്രൻസ് എക്സാം എഴുതി എല്ലാവരും തിയറി ക്ലിയർ ചെയ്ത് പിന്നീട് പ്രാക്ടിക്കൽ സമയത്തിൽ ഡോക്ടർ ബെന്നറ്റോടെ റെക്കമെൻഡേഷൻ ലെറ്റർ എங்களுக்கு ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ വെല്ലൂരിലെ MS കഴിഞ്ഞ് ഇവിടെ ജൂനിയർ ഡോക്ടർ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവർക്കും ഒരു ഫെയർവെൽ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സ്റ്റാഫ്സ് എല്ലാം ഒത്തിരി സ്നേഹത്തോടെ സാർ എപ്പോൾ തിരിച്ചു വരും, സാർ എപ്പോഴും തിരിച്ചു വരും എന്ന് നമ്മളടുത്ത് ചോദിച്ച് ആ ഒരു എമോഷണൽ ബോണ്ടിന് വേണ്ടി ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ട് പഠിച്ചിട്ട് വീണ്ടും തിരിച്ച് 1997 2000 വരെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇവിടെ തിരിച്ച് എത്തി. പോസ്റ്റ് ഗ്രാജുവേറ്റ് കഴിഞ്ഞ് ഇവിടെ ജൂനിയർ ഡോക്ടറാണ് ഉള്ളപ്പോൾ ഒരുപാട് കേസുകൾ വന്നാലും കൂടുതലായിട്ട് വരുന്നത് പോയ്സൺ കേസുകൾ. അപ്പോൾ ഏത് പോയ്സൺ കേസ് വന്നാലും നമ്മൾ 4 പേർ ഒരുമിച്ച് പോയി ആ പേഷ്യൻസിനെ കാണുന്നത്, ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. ആ ഒരു ഫാമിലി ബോണ്ടിങ് ആണ് കാരക്കോണം ഡെവലപ്മെൻറ്റുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നത് അണ്ടർ ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ ബെന്നറ്റ്. അപ്പോൾ നമ്മൾ ഒരു ഫോൺ വിളിക്കണമെന്നാലും നമ്മൾ പാറശാല വരെ ബസ്സിൽ കയറി ചെന്ന് STD വിളിക്കും, വീട്ടിലെയോ അല്ലെങ്കിൽ വെളിയിൽ വിളിക്കണമെന്നാലും. ഒരുപാട് എമർജൻസി ഉണ്ടെങ്കിൽ ഡോക്ടർ ബെന്നറ്റ് വീട്ടിലെ STD ഉണ്ട്, അവർ വീട്ടിൽ പോയി അവിടെ നിന്ന് നമ്മൾ STD വിളിക്കും ഒരു എമർജൻസി അത്യാവശ്യത്തിൽ. അപ്പോൾ ഇവിടെ ഹോട്ടൽ ഒന്നും കിടയാതെ. അപ്പോൾ നല്ല ഫുഡ് വേണമെങ്കിൽ ഡോക്ടർ ബെന്നറ്റ് സൺ അല്ലെങ്കിൽ ഡോക്ടർ ബർത്ത്ഡേ പാർട്ടി ഉണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല ചിക്കൻ ബിരിയാണി, ചിക്കൻ 65 എല്ലാം നമ്മൾക്ക് തരും. അപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മൾക്ക് ഒരു ഹോട്ടൽ പോലെ ഒരു നല്ല ഒരു ഫുഡ് കിട്ടും. ബാക്കി നേരം നമ്മൾക്കൊരു മെസ്സ് ഉണ്ടായിരുന്നു, തീരെ ചെറിയ മെസ്സ്. അപ്പോൾ ലീലാന്ന് ഒരു സ്റ്റാഫാണ് മെസ്സിന്, ഒരു ചേച്ചിയാണ് മെസ്സ് നടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾക്ക് നന്നായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരും. ഒരു 3-4 months ആയ പിറവ് നമ്മൾക്ക് ഈ ഇടം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുക്ക് മെയിൻ റീസൺ ഡോക്ടർ ബെന്നറ്റോടെ ഒരു സ്നേഹമും പിന്നീട് ഇവിടെയുള്ള മക്കളോട് സ്നേഹമും. ഇവിടെയുള്ള മക്കളെല്ലാം ഒത്തിരി സ്നേഹമായിട്ട് നമ്മളടുത്ത് പെരുമാറും. നമ്മൾ പുറത്ത് കാണുമ്പോഴും ഒരുപാട് സ്നേഹമായിട്ട് നമ്മളെ കാണും. നമ്മൾ ഈ കുരിശുമല പയണം പോകുമ്പോഴത്തേക്കും നിറയെ പേഷ്യൻസ് നമ്മളെ സാറേ എങ്ങനെയുണ്ട്, നല്ലായിരിക്കണ സാർ ഇന്ന് കാരക്കോണമാ അങ്ങനെ ചോദിക്കും. ഈ പീപ്പിളോട് ഒരു ലവിങ്, പിന്നെ ഈ ഫാമിലി അറ്റ്മോസ്ഫിയർ, പിന്നീട് ഡോക്ടർ ബെന്നറ്റിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് നമ്മളെ ഇവിടെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനം എടുത്തതിക്ക് മെയിൻ റീസൺ. ഞാൻ ഇവിടെ February 1, 1995 ജോയിൻ ചെയ്ത ആസ് എ ജൂനിയർ ഡോക്ടർ. നമ്മൾ January 25, 1995 MBBS കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കി, ജൂനിയർ ഡോക്ടറായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് വന്ന് നോക്കിയപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് ഡോക്ടർ പുനിതനും വന്ന് നോക്കി. നമ്മൾ തിരുനെൽവേലിയിലിருந்து വി ആർ കമ്മിങ്, എന്തോ ഒരു ഭയങ്കര ഒരു റിമോട്ട് ഏരിയയിൽ ഫോറസ്റ്റിനകത്ത് പോയത് പോലെ ഉണ്ടായത്. അപ്പോൾ വന്ന് കണ്ടിട്ട് ബെന്നറ്റ് സാറ്, ഡോക്ടർ ബെന്നറ്റ് അബ്രഹാം അപ്പോൾ മെഡിക്കൽ സൂപ്രണ്ടായിരുന്നു. അപ്പോൾ 3 ഡോക്ടർ ഉണ്ട്, ഡോക്ടർ ബെന്നറ്റ് അബ്രഹാം ആസ് എ അനസ്തറ്റിസ്റ്റ് ആസ് വെൽ ആസ് എ ജനറൽ പ്രാക്ടീഷണർ മെഡിക്കൽ സൂപ്രണ്ടൻ. പിന്നെ സാറുടെ വൈഫ് ഡോക്ടർ ജമീല ബെന്നറ്റ് ഗൈനക്കോളജിസ്റ്റ്, പിന്നെ ഒരു ജൂനിയർ ഡോക്ടർ ഡോക്ടർ ഷീല, 3 പേർ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടിട്ട് പിന്നെ 1 week കഴിഞ്ഞ് രജിസ്ട്രേഷനെല്ലാം മുടിച്ചിട്ട് മെഡ്രാസിൽ പോയി രജിസ്ട്രേഷനൊക്കെ ചെയ്തിട്ട് February 1, 1995 വി ജോയിൻഡ് ആസ് എ ജൂനിയർ ഡോക്ടേഴ്സ്. 4 പേർ, ഞാൻ, ഡോക്ടർ പുനിതൻ, പിന്നെ നമ്മുടെ ബാച്ച്മേറ്റ് ഡോക്ടർ ഉമ, ഡോക്ടർ സുജ, 4 members ജോയിൻഡ്. നിങ്ങളുടെ ഒറിജിനൽ പ്ലാൻ ഇവിടെ 6 months വർക്ക് ചെയ്തിട്ട് கொஞ்சம் സാലറി വാങ്ങിച്ചിട്ട് വി ഹാവ് ടു സിറ്റ് അറ്റ് ഹോം ആൻഡ് പ്രിപ്പയർ ഫോർ ദ പോസ്റ്റ് ഗ്രാജുവേഷൻ, അങ്ങനെയാണ്. പിന്നെ വരുമ്പോൾ ചിലർ പറഞ്ഞ് കേരളയിൽ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വയലൻസ് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ രാത്രി ഇത് നമ്മൾ ഓടിപ്പോവാം. അങ്ങനെയാണ് നമ്മൾ ഒറിജിനലി വന്നത്. പിന്നെ നമ്മൾ വി വർക്ക് ലൈക്ക് ദിസ് പ്ലേസ്, എല്ലാവരും ഫ്രണ്ട്സായിരുന്നതും ഡോക്ടർ ബെന്നറ്റ് അബ്രഹാം നമുക്ക് വളരെ സപ്പോർട്ടീവായിരുന്നത് ജനറൽ OP-യിൽ. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് നമ്മൾ 6 months കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വിദേശത്ത് മാലത്തീവ് പോകാം അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സാറ് പറഞ്ഞ് യു ഹാവ് ടു സ്റ്റഡി പോസ്റ്റ് ഗ്രാജുവേഷൻ
പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയും പോയാലും നമുക്ക് ഒരു ലൈഫിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുമെന്ന് നമ്മളെ ഫർദർ സ്റ്റഡിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു. സോ വി കണ്ടിന്യൂഡ് വർക്ക് ഫോർ 2 years. ഇൻ ഡ്യൂ കോഴ്സ് വിസിറ്റിംഗ് ഫിസിഷ്യനായിട്ട് ഒരാൾ ഡോക്ടർ ജയകുമാർ ജോയിൻ ചെയ്ത്, വിസിറ്റിംഗ് കൺസൾട്ടൻറ്റ് ഡോക്ടർ ജയലാൽ ഉണ്ടായത്, ഒരു പീഡിയാട്രീഷ്യൻ ആൻഡ് സർജൻ കപ്പിൾ ജോയിൻ ചെയ്ത്, ഒരു ഓർത്തോപീഡിഷ്യൻ ജോയിൻ ചെയ്ത്. ഹോസ്പിറ്റൽ വാസ് ഇംപ്രൂവിങ്. അറ്റ് ദാറ്റ് ടൈം നമുക്ക് സിറ്റുവേഷൻ ഇൻ ഹിയർ, ഇറ്റ് വാസ് എ റിമോട്ട് വില്ലേജ്. ഈവൻ 100 watts ബൾബ് ഇട്ടാലും നമുക്കൊരു 25 watts ബൾബ് ഉള്ളതുപോലെ കാണും. നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ടേബിളിലേருந்து ഒരു 1 feet ഹൈറ്റിൽ ബൾബ് വെച്ചിരിക്കും, 100 watts ബൾബ്. എങ്കിലേ നമ്മൾ കാണാൻ പറ്റും. ട്യൂബ് ലൈറ്റ് ഒന്നും കത്തില്ല ഈവനിങ് ആയ. പവർ ഫെയിലിയർ വാസ് വെരി ഫ്രീക്വൻറ്റ്. 10 hours 15 hours ഒക്കെ പവർ ഫെയിലിയർ കാണും. സിംഗിൾ ട്രാക്ക് റോഡ് ഫ്രം പാറശാലയിലേருந்து നമുക്ക് കാരക്കോണം വരാനായിട്ട്. നിയറസ്റ്റ് പബ്ലിക് ബൂത്ത് വാസ് ഇൻ പാറശാല, 7 kilometer ഡിസ്റ്റൻസ്. ஹாஸ்பிட்டல் என்ட்ரன்ஸு சைடு ரோடில் இருந்து ஒரு 2-3 டீ கடைகள் உண்டு, அത്രേ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഔട്ട്സൈഡ് വേൾഡിൽ കോൺടാക്റ്റേ ഇല്ല. മന്ത്ലി വർക്ക് നമ്മൾ വീട്ടിൽ പോകുമ്പോഴേ കോൺടാക്റ്റുകൾ ഉണ്ട്. അങ്ങനെയാണ് ഉണ്ടായത്. സോ വി ആൾ വർക്ക്ഡ് ആൻഡ് സാർ അണ്ടർ ദ ഗൈഡൻസ് ഓഫ് സാർ വി വർക്ക്ഡ് ആൻഡ് വി സ്റ്റഡീഡ് ഫോർ അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഓൾസോ. അപ്പോൾ നമുക്ക് ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ എണ്ണം കൂടി, ചെറിയ വിസിറ്റിംഗ് കൺസൾട്ടൻസ് എണ്ണം കൂടി. അപ്പോൾ 1997 നമ്മളെല്ലാവരും PG ജോയിൻ ചെയ്തിട്ട് 2000 ഇവിടെ വന്നപ്പോൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2002 ആദ്യമായിട്ട് നമ്മൾ 2000 ഡിപ്ലോമ ഇൻ നഴ്സിംഗ് തുടക്കത്തിൽ. പിന്നെ 2002 മെഡിക്കൽ കോളേജിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് പ്രൊപ്പോസൽ ഇൻ കേരള ഉണ്ടായത്. അപ്പോൾ നമ്മളും അപ്ലൈ ചെയ്യാൻ സാർ പറഞ്ഞപ്പോൾ നമ്മൾ വി കുഡൻ ബിലീവ് ഇറ്റ്. നമ്മൾ എങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇവിടെ ഒരു ചെറിയ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വി ആർ വെരി മച്ച് റിലക്റ്റൻറ്റ്. നമ്മൾ വി ഡോണ്ട് ബിലീവ് ഇറ്റ്. അപ്പോൾ സാറുടെ ഒരു ഭയങ്കര ഒരു എന്തൂസിയാസ്റ്റിക്കും നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ സാറ് 10 സ്റ്റെപ്പ് വയ്ക്കുന്നത് പോലെ അങ്ങനെ അപ്ലൈ ചെയ്ത് ബൈ ഗോഡ്സ് ഗ്രേസ് വി അച്ചീവ്ഡ്. ആൻഡ് ഓൾ ഓഫ് എസ് അറ്റ് ദാറ്റ് ടൈം വി വർക്ക് ആസ് ഇഫ് നമ്മുടെ വീട്ടിൽ ഏതോ ഒരു ഫംഗ്ഷൻ വന്നാൽ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യും, നമുക്ക് ഒരു വീട് കെട്ടിയാൽ എങ്ങനെ ചെയ്യാം, അതുപോലെ എല്ലാവരും ഇൻട്രസ്റ്റ് ആയിട്ട് ഡേ ആൻഡ് നൈറ്റ് അങ്ങനെ വർക്ക് ചെയ്ത് നമുക്ക് അറിഞ്ഞ ഡോക്ടേഴ്സ് എല്ലാം ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്ത് അങ്ങനെ വരും. നൗ ദർ ആർ 2002 കോഴ്സ് തുടങ്ങി ഇപ്പോൾ ആൾമോസ്റ്റ് 14 years ആകുന്നു. 100 സ്റ്റുഡൻസ് പെർ ബാച്ച് ഉണ്ടായത്. ഇപ്പോൾ 150 സ്റ്റുഡൻസ് ആയി. മോർ ദാൻ നിയർലി 2,700 MBBS ഡോക്ടേഴ്സ് ഇവിടെ നിന്ന് ക്വാളിഫൈ ആയിട്ടുണ്ട്. 10 years പോസ്റ്റ് ഗ്രാജുവേഷൻ, 15 പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ്, 10 years ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഹാവ് ഗോൺ ഔട്ട്. ഇവിടെ പഠിച്ച ആൾക്കാർ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇവിടെയും ഇപ്പോൾ അസോസിയേറ്റ് പ്രൊഫസർ ലെവലിൽ വന്നിട്ടുണ്ട്. ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സസ്, ഫിസിയോതെറപ്പി, അനസ്തീസിയ, റേഡിയോളജി, ഓപ്തമോളജി, ബയോകെമിസ്ട്രി, ലാബ് ടെക്നീഷ്യൻ, ഫിസിയോതെറപ്പി, സോ മെനി കോഴ്സസ് ഹാവ് ബീൻ ജോയിൻ. ഇപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഇവരുടെ സോ മെനി സ്റ്റുഡൻസ്, thousands ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ഡോക്ടേഴ്സ് സ്റ്റേയിങ് ഇൻസൈഡ് ആൻഡ് ഇറ്റ് ഹാസ് ബിക്കം എ big educational institution and this supports the surrounding area also. ഇത് வந்து നമുക്ക് ഒരു ടെർഷ്യറി കെയർ സെൻറ്റർ പോലായി. ആദ്യം വന്നപ്പോൾ ഒരു ഓബ്സ്റ്റട്രിക്സും ഒരു ജനറൽ പ്രാക്ടീസ് GPയും ഉണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റൽ ഇപ്പോൾ ഒരു സോ മെനി മൾട്ടി സ്പെഷ്യാലിറ്റി ടെർഷ്യറി കെയർ സെൻ്ററായി. അപ്പോൾ ഇത്ര സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ടും പേഷ്യൻസും വരുന്നത് കൊണ്ട് സറൗണ്ടിങ് ഏരിയയിലെ നമ്പർ ഓഫ് ഷോപ്സും റോഡ് തന്നെ ആദ്യം സിംഗിൾ ട്രാക്ക് കൂടെ പ്രോപ്പറായിട്ടില്ല. ആദ്യം വരുമ്പോൾ ഞാൻ മാരേജ് ആയി 2000 വന്നപ്പോൾ എൻ്റെ വൈഫ് ഇതിൽ എങ്ങനെ ജീവിക്കണമെന്ന് വിചാരിച്ചിട്ട് വന്നത്. ഇപ്പോൾ ഡബിൾ ട്രാക്ക് റോഡുകളും ബസ്സുകളും പാറശാല റെയിൽവേ സ്റ്റേഷൻ തന്നെ എത്ര ഇമ്പ്രൂവ് ആയി. സറൗണ്ടിങ് ഇറ്റ് ഗീവ്സ് ലൈവ്ലിഹുഡ് ടു സോ മെനി പീപ്പിൾ ഔട്ട്സൈഡ്. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ദറ്റ് ലീഡർഷിപ്പ് വാസ് ഇൻസ്ട്രുമെൻ്റൽ ബിഹൈൻഡ് ദിസ് ഇംപ്രൂവ്മെൻറ്റ്. വി ആർ ഓൾ സപ്പോർട്ടീവ് ഇൻ ദ പീരിയഡ്. ഡോക്ടർ ബെനറ്റ് അബ്രഹാമിൻ്റെ ഗൈഡൻസിൽ നമ്മൾ എല്ലാവരും വർക്ക് ചെയ്ത് ദിസ് ഹസ് ബിക്കം ദിസ് മച്ച്. I hope this will improve further by grace of God.
75 വർഷത്തിനിടയിൽ 68,000-ത്തിലധികം പേർക്ക് പൂർണ്ണമായ സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തിക്കൊടുക്കുകയുണ്ടായി. കൂടാതെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സൗജന്യ നേത്ര ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നുണ്ട്. I joined this institution as a tutor in physiology in the year 2003. After completing my post-graduation in Madurai Medical College, I joined here as a tutor and I was awaiting my results. And then after my results were published, I was promoted as assistant professor, then became associate professor, then professor, and then the head of the Department of Physiology in the year 2015, and then became the principal of this esteemed institution from April 2021 onwards. The college was incepted in the year 2002, and I had the privilege of teaching all the batches of MBBS students, the first batch, right from the first batch to the current batch. So in the year 2003, when I had joined, the fresh batch, they haven't completed their examinations. So I taught them also. So what the college had 100 seats of MBBS students, and then it became 150 students from 2016 onwards with the able leadership of our director, and we have a team of qualified and highly experienced faculty. So having worked under the leadership of professors retired from Government Medical College Trivandrum, I have been molded and I have been trained in the way of how to deal with students and how to take classes for the undergraduate medical students. This institution, I had the privilege of watching this institution start postgraduate courses from 2012 onwards, and currently we are having postgraduates across 14 disciplines of medicine, and right now we are having more than 750 MBBS students, more than 100 postgraduate students, and we are in the process of starting super specialty courses also. So what was a small beginning in 2002 has now evolved into a very, very big institution having postgraduate courses as well as various other allied courses of medicine like BSc Nursing, MSc Nursing, paramedical degree, diploma, and GNM courses also. So I am very much thankful to God Almighty of helping me shape my profession and helping me to grow professionally as well as personally in this esteemed institution. So this institution, when I had joined, was a very small institution with having preclinical departments were established at that time, and the paraclinical and the clinical blocks were just building up. It was in the process of getting a construction, and now what we see now is a example of how this institution has grown into leaps and bounds with God's blessings as well as under our leadership of the management and our director. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 4 ഏക്കർ 86 സ്ഥലമുണ്ടായിരുന്ന ഈ കാരക്കോണം മിഷൻ ആശുപത്രി ഇവിടെ തന്നെ 48 ഏക്കറോളമായി പൊഴിയൂരിൽ വസ്തുക്കൾ വാങ്ങിച്ചതിൻ്റെ സബ് സെൻറ്ററിന് വേണ്ടി
കഴക്കൂട്ടം കോർപ്പറേഷൻ ഏരിയയിൽ 9 ഏക്കർ സ്ഥലം വാങ്ങി. പലയിടങ്ങൾ മഹായിടവകയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പൈസ കൊണ്ട് തന്നെ, സമ്പത്ത് കൊണ്ട് തന്നെ വസ്തുക്കളും കോളേജ് സ്ഥാപനങ്ങളും വളർത്തുവാൻ ദൈവം സഹായിച്ചു. 2002 ജൂൺ മാസം 20-ാം തീയതി കേന്ദ്ര ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ അംഗീകാരം നൽകുന്നതിനുള്ള പേപ്പർ നൽകിയപ്പോൾ ദക്ഷിണ കേരളം മഹായിടവകയുടെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എന്നുള്ള പദവി അല്ല ഈ സ്ഥാപനത്തിന് ലഭിച്ചത്. ഇന്ത്യ രാജ്യത്ത് തന്നെ മിഷണറിമാർ ഇന്ത്യ വിട്ടുപോയിക്കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് സഭാവിഭാഗത്തിൻ്റെ മെഡിക്കൽ കോളേജാണ്. ഇന്ന് ദക്ഷിണേന്ത്യ സഭയുടെ 25 മഹായിടവകളിൽ ഉള്ള ഏക മെഡിക്കൽ കോളേജ്. വെറും 2000 സ്ക്വയർ ഫീറ്റ് കെട്ടിടമുണ്ടായിരുന്നിടത്ത് ഇന്ന് നിൽക്കുന്നത് 12 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടങ്ങൾ. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടിയ എല്ലാ എക്യുപ്മെൻറ്റ്സും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാക്കി. 6 ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകൾ, ന്യൂനേറ്റൽ ഇൻറ്റൻസീവ് കെയർ, നവജാത ശിശുക്കളുടേത്, പീഡിയാട്രിക്കിൻ്റെത്, റെസ്പിറേറ്ററി ICU, കാർഡിയോളജി ICU, ന്യൂറോ ICU, എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ICU തുടങ്ങി എല്ലാ ICUകളിലും വെൻറ്റിലേറ്റർ സൗകര്യം ഉൾപ്പെടെ എല്ലാ ലേറ്റസ്റ്റ് ടെക്നോളജിയും ഇവിടെ ഉണ്ട്. CT സ്കാൻ, MRI മെഷീൻ, മാമോഗ്രാം, 4 അൾട്രാസൗണ്ട് മെഷീനുകൾ. ഓർക്കണം, CT സ്കാൻ എമർജൻസി കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെ ചേർത്തും ഒന്ന് തുടങ്ങി. എന്തിനു വേണ്ടിയിട്ട്? ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റോ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ അവർ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ക്യൂ നിൽക്കണ്ട. ഈ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി മാത്രം ഒരു CT സ്കാൻ. 100 സീറ്റിൽ തുടങ്ങിയ MBBS സീറ്റ് 2016 ആയപ്പോൾ 150 ആക്കാൻ സാധിച്ചു. 40 പോസ്റ്റ് ഗ്രാജുവേഷൻ സീറ്റ്സ് ആക്കാൻ സാധിച്ചു. സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, കാത്ത് ലാബ് ഉൾപ്പെടെയുള്ള കാർഡിയോളജി സൗകര്യങ്ങൾ. ക്യാൻസർ സെൻറ്റർ എന്നുള്ള വലിയ സ്വപ്നമായിരുന്നു ഇതിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന ചെയർമാനായ ധർമ്മരാജ് റസാലത്തിൻ്റെ ആഗ്രഹം. അതിനും തുടക്കം കുറിച്ചു. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത 2 വർഷത്തിനുള്ളിൽ സൗത്ത് ഇന്ത്യയിൽ ക്യാൻസർ സെൻറ്ററിൽ വേണ്ടിയ ഉപകരണങ്ങളും പണികളും ഉള്ള ബിൽഡിംഗ് ഇവിടെ ചെയ്യും. സഭാ രാഷ്ട്രീയം നന്മ മനസ്സിലാക്കി ഞങ്ങളെ ഉപദ്രവിക്കരുതേ എന്നുള്ളത് അറിയാതെ പറഞ്ഞു പോകും. സഭാ രാഷ്ട്രീയത്തിൽ വളരെയധികം ബലിയാടായ ഏക സ്ഥാപനം കാരക്കോണമാണ്. പലരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, പലർക്കും അവരാഗ്രഹിക്കുന്നതും അവർക്ക് വേണ്ടിയതും നടക്കാതെ വരുമ്പോൾ ചെളി വാരി എറിയപ്പെടുന്ന ഈ സ്ഥാപനം ഇവരുടെ എല്ലാത്തിൻ്റെയും മധ്യത്തിലൂടി ചുറ്റുപാടിലുള്ള നാട്ടുകാർക്ക് വളരെ വളരെ പ്രയോജനമുള്ള സ്ഥാപനമായി വളരുന്നു. പല ദിവസങ്ങളിലും ഔട്ട് പേഷ്യൻ്റ് സ്ട്രെങ്ത് 1500, ഇൻപേഷ്യൻസ് അതുപോലെ ഏകദേശം 450 മുതൽ 550 വരെ കിടരോഗികൾ. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകൾ മിക്കവാറും ബെഡ് പോലും ലഭിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. 104 പേവാർഡ് റൂമുകളുണ്ട്. എല്ലാം വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം അത്ഭുതകരമായിട്ട് ഈ കുന്നത്തുകാൽ പഞ്ചായത്തിൻ്റെ കാരക്കോണം പ്രദേശത്തേക്ക് നൽകിയ ഒരു സംഭാവനയായിട്ടാണ് ഞാൻ കാണുന്നത്. ഈയിടയ്ക്ക് ഇവിടുത്തെ MLA പ്രസംഗിക്കുകയുണ്ടായി. ഒരു 40 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന കാരക്കോണവും ഇപ്പോഴത്തെ കാരക്കോണവും നോക്കുമ്പോൾ
ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും ഡെവലപ്മെൻറ്റ് ഒറ്റയടിക്ക് വളർന്നു വന്ന മറ്റൊരു ഗ്രാമീണ പ്രദേശം കാണില്ല. പിന്നീട് 2000 വന്ന പിറகு ഹോസ്പിറ്റൽ ഭയങ്കര ഡെവലപ്മെൻറ്റ്. പിന്നീട് നമ്മൾ കൺസൾട്ടൻ്റായിട്ട് മടങ്ങിയെത്തിയപ്പോൾ എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇമ്പ്രൂവ് ആയപ്പോൾ പിന്നീട് മെഡിക്കൽ കോളേജ് വന്ന്. പിന്നെ മെഡിക്കൽ കോളേജ് വന്ന പിറகு നമ്മൾ ആദ്യം ഇവിടെ മെഡിക്കൽ കോളേജിന് ഡോക്ടർ ബെന്നറ്റ് തുടങ്ങുമ്പോൾ ഇവിടെ വെറും കാടുകൾ മാത്രം ഉണ്ടായിരുന്നത്. ഓൺലി റബ്ബർ എസ്റ്റേറ്റ്, വലുതായിട്ട് വേറെ ഒരു ബിൽഡിങ്ങും ഇല്ല. എങ്ങനെയോ ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്ങിൽ നമ്മൾ മെഡിക്കൽ കോളേജ് പെർമിഷൻ കിട്ടിയ പിറகு ലാൻഡ് അക്വയർ ചെയ്ത് എല്ലാം ഡോക്ടർ ബെന്നറ്റോടെ ഒരു സിംഗിൾ റീസൺ, ദ മാൻ ബിഹൈൻഡ് എവറിത്തിങ് ഈസ് ഡോക്ടർ ബെന്നറ്റ്. അതിൽ ഒരു സംശയമില്ല. നമ്മളെല്ലാം സപ്പോർട്ടീവ് റോൾ. ഒരാൾ ഈസ് ഹീറോ, ഞങ്ങളെല്ലാം സൈഡ് ഹീറോസ്. ഞാൻ, ഖാദർ, പിന്നെ ഉമ, സുജ, ഡോക്ടർ ബാബുരാജ്, ജമീല മാഡം, പിന്നെ റെജി എബനേസർ, പയസ്, ഇത്ര പേരും നമ്മൾ ഡോക്ടർ ബെന്നറ്റിക്ക് സപ്പോർട്ട് ചെയ്ത് പിന്നീട് മെഡിക്കൽ കോളേജ് വന്ന പിറகு ആൽബനി മെഡിക്കൽ മിഷൻ ഒരു ടീം അമേരിക്കയിൽ നിന്ന് വരും. സായിപ്പുമാർ കുറേ പേര് വന്ന് ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് സർജറി ചെയ്ത് അവരുടെ സ്വന്തം സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ എല്ലാവർക്കും സർജറി ചെയ്ത് നമ്മൾക്കും ഓരോരോ തവണയും ഒരു ബിൽഡിങ്സ് കെട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അവരുടെ പേരിൽ ആൽബനി കോംപ്ലക്സ് ഉണ്ട്, ജാൻ റോഡ് കോംപ്ലക്സ് ഉണ്ട്. ഈ ലൈബ്രറിയും അവരുടെ പേരിൽ തന്നെ ഇരിക്കുന്നു. അവർ നമുക്ക് ഒരുപാട് സാധനങ്ങൾ, ബുക്സ് എല്ലാം ഷിപ്പിൽ നമുക്ക് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ വിത്തൗട്ട് ആൽബനി മെഡിക്കൽ മിഷൻ ടീം അവരും ഒരു മെയിൻ റീസൺ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത്രയും വളർന്നതുക്ക്. അവർ വരുന്നതുക്ക് മെയിൻ റീസൺ ഡോക്ടർ ബെന്നറ്റാണ് അവരെ നെയ്യൂർ മിഷൻ ഹോസ്പിറ്റൽ പോയിക്കൊണ്ടിരുന്നവരെ ഇങ്ങോട്ട് വിളിച്ച് നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അവിടെ 2 പേരും ഉണ്ട് മെയിൻ ആൾക്കാർ, ഡോക്ടർ വാൻ നോവൽസ് ആൻഡ് ഡോക്ടർ ഷൂമേക്കർ. ഡോക്ടർ ഖാദർ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അവർ അനസ്തീസിയയിലെ വേറെ ലെവലാക്കി. അതുപോലെ നമ്മളെയും ഡോക്ടർ വാൻ നോവൽസിൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ കൈ പിടിച്ച് സർജറി എല്ലാം ഇമ്പ്രൂവ് ചെയ്ത് നമ്മളും ഡെവലപ്പായി. അപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജ് തുടങ്ങി, അപ്പോൾ PGയും തുടങ്ങി. പിന്നീട് നമ്മളും ഗ്രോത്തായി. ഈ ഹോസ്പിറ്റൽ വന്ന പിറവാണ് ഞാൻ, എൻ്റെ അനിയത്തിമാർ 3 പേർക്ക് കല്യാണം ആയത്, എനിക്ക് കല്യാണം ആയത്, പിന്നീട് ഞാൻ വീട് വെച്ചത് എല്ലാം. സോ ഐ പേഴ്സണലി അറ്റാച്ച് ടു ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് എൻ്റെ സെക്കൻഡ് ഹൗസ് പോലെ. മെയിൻ വീട് നാഗർകോയിലായാലും ഇവിടെ വരുമ്പോൾ ഒരു ഫീൽ അറ്റ് ഹോം ഉണ്ടാവും. ഇവിടെ എൻ്റെ സ്വന്തം വീട് പോലെ. അത് ഇവിടെ ഉള്ള മക്കളെല്ലാവരും നമ്മളുടെ സ്വന്തം മക്കൾ പോലെ, നമ്മൾ ബ്രദർ പോലെ, സിസ്റ്റർ പോലെ. അങ്ങനെ ഡോക്ടർ ബെന്നറ്റ് കണ്ടത് കൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം വളർന്നിരിക്കുന്നത്. തമിഴ്നാട് കേരളത്തിൻ്റെ പക്ക അതിർത്തിയിലിരിക്കുന്ന ഈ പ്രദേശം ഇന്ന് 4 സ്റ്റാർ ഹോട്ടലുകൾ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ആയിക്കഴിഞ്ഞു. ഇതിന് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചെറിയ തുടക്കത്തിന് 1986 അതിനെ ഒന്ന് മരിക്കാറായി അല്ലെങ്കിൽ മരിച്ചു പോകുന്ന അവസ്ഥയിൽ കിടന്ന ആ സ്ഥാപനത്തിന് റിസസിറ്റേറ്റ് ചെയ്തതിന് ശേഷം തളരാതെ പതറാതെ ആ ടീം വർക്കോട് കൂടി
ഇത് മുന്നോട്ട് പോകുന്നത്. ഒരു ആംബുലൻസ് ഷെഡിനെയാണ് ഓപ്പറേഷൻ തിയേറ്ററായി 3 മാസം കൊണ്ട് മാറ്റിയെടുത്തത്. സിസേറിയൻ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പേഷ്യൻറ്റിന് ബ്ലഡ് നഷ്ടം വരികയാണെങ്കിൽ ബ്ലഡ് ബാങ്ക് ഇല്ല. ടീം വർക്കായിട്ട് പ്രവർത്തിച്ചിരുന്ന 4 തമിഴ്നാട്ടിലെ ഡോക്ടർമാരുണ്ട്. ഒരു മുസ്ലിം, ഒരു കത്തോലിക്കൻ, 2 ഹിന്ദുക്കൾ. പുനിതൻ, ഡോക്ടർ അബ്ദുൽ ഖാദർ, ഡോക്ടർ സുജ, ഡോക്ടർ ഉമ. ഓപ്പറേഷൻ അസിസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ബ്ലീഡിങ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അൺസ്ക്രബ് ചെയ്ത് ബ്ലഡുകൾ കൊടുത്ത് എത്ര ജീവിതങ്ങളെയാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. വെന്റിലേറ്റർ ഇല്ലാതിരുന്ന കാലത്ത് വിഷമടിച്ച് വന്ന മണി എന്ന പേഷ്യൻ്റ് മരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ കൂടെ വന്നവർ പറഞ്ഞു, ഇല്ല ഡോക്ടറെ, മരിച്ചില്ല. കോമ്പൗണ്ടിൽ കയറുമ്പോഴും അദ്ദേഹം കാലനക്കി. 45 മിനിറ്റ് നേരം റിസസിറ്റേറ്റ് ചെയ്തിട്ട് വെന്റിലേറ്റർ ഇല്ലാത്തതിന് കൃത്രിമ ശ്വാസം 7 ദിവസം ഈ പറഞ്ഞ ജൂനിയർ ഡോക്ടർമാരും നഴ്സുമാരും റൊട്ടേഷനിൽ മാറി കൊടുത്തു. ആ മനുഷ്യൻ ഇവിടെ നിന്ന് നടന്നു പോയി. അസാധ്യം, ലോകത്തൊരിടത്തും നടക്കാത്ത അത്ഭുതങ്ങൾ പോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പസിൽ ദൈവം അത്ഭുതകരമായി നടത്തിയിട്ടുള്ളത്. നാട്ടുകാരുടെ സഹായം എല്ലാ സമയങ്ങളിലും അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്കുപരി തോളോട് തോള് നിന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഞാൻ ഒരിക്കലും മടിക്കില്ല. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ ഇതിന് കൈത്താങ്ങായി നിന്ന് സഹായിച്ചത് 100 വാതിലുകളിൽ ചെന്ന് മുട്ടിയാലും തുറക്കപ്പെടേണ്ട വാതിൽ തുറന്നത്, ഇന്ന് നമ്മളോടൊപ്പം ഈ ലോകത്തിലില്ലാത്തത് വ്യക്തി മിസ്റ്റർ VS അച്യുതാനന്ദൻ ഒരു ഓണസമയത്ത് കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിൽ ഓണസദ്യയ്ക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ശ്രീ ആനാവൂർ നാഗപ്പൻ എന്ന് പറയുന്ന വ്യക്തി ശ്രീ VSനോട് പറഞ്ഞു, ഇവർക്കൊരു നഴ്സിംഗ് സ്കൂൾ കിട്ടിയാൽ കൊള്ളാമെന്നൊരു വലിയ ആഗ്രഹമാണ്. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് അത് പ്രയോജനപ്പെടും. ഇത് പാവപ്പെട്ടവർക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു ആതുരാലയമാണ്. ഒട്ടും പതറാതെ തന്നെ VS എൻ്റെ മുഖത്ത് നോക്കി ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ നാളെ വൈകുന്നേരം എനിക്ക് നിങ്ങളെ നേരിൽ കാണണം. 1 വർഷത്തിനകത്ത് നമുക്കിവിടെ നഴ്സിംഗ് സ്കൂൾ തുടങ്ങണം. അന്ന് പിറ്റേ ദിവസം വൈകുന്നേരം തന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൽ അംഗമായിരുന്ന മിസ്റ്റർ തമ്പിയെ എനിക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്യേണ്ടതെല്ലാം പക്കയാക്കി ചെയ്യാനായിട്ട് നിർദ്ദേശം നൽകുകയും 2000 അതേ പറഞ്ഞതുപോലെ തന്നെ പിറ്റേ വർഷം നഴ്സിംഗ് സ്കൂൾ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഒന്നൊന്നായിട്ട് ഈ ക്യാമ്പസിന് ഇതിന്മേലൊരു വളർച്ച ഉണ്ടാകാനില്ലാത്ത രീതിയിൽ ദൈവം വളർത്തി. ദൈവത്തോട് മാത്രമേ എനിക്ക് നന്ദി പറയാനുള്ളൂ. ഒറ്റക്കെട്ടായി ഇന്നും പ്രവർത്തിച്ചും കൊണ്ടിരിക്കുന്ന സ്റ്റാഫ് തുടർന്നും പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സഭാ രാഷ്ട്രീയം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരിക്കലും പാര വെച്ച് നശിപ്പിക്കരുത്, ചെളിവാരി എറിഞ്ഞ് നശിപ്പിക്കരുത്
എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു പോകുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ 2 വർഷം കഴിയുമ്പോൾ എൻ്റെ റിട്ടയർമെൻ്റ് ആകും. എൻ്റെ പ്രാർത്ഥന, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സ്ഥാപനം മേൽക്കുമേൽ ഉയർന്ന് ചുറ്റുപാടിലുള്ള ജനങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു സ്ഥാപനമായി വളരണമെന്നുള്ളതാണ്. 2024-25 ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് വന്നപ്പോൾ ഞാൻ കണ്ടത് 33,53,00,000 രൂപയുടെ സൗജന്യ ചികിത്സയാണ് ചെയ്തത്. ഇതുപോലെ വളരെ ആത്മസംതൃപ്തി നൽകുന്ന ഒരു രംഗം കൂടെ ഉണ്ട്. കഴിഞ്ഞ 25 വർഷമായി 68,000 പാവപ്പെട്ട, കണ്ണ് കാണാൻ പാടില്ലാത്ത, തിമിരം പിടിച്ച ആൾക്കാർക്ക് അതിൻ്റെ ശസ്ത്രക്രിയയിലൂടെ സൗജന്യ ഭക്ഷണവും നൽകി സൗജന്യമായി തന്നെ അവർക്ക് ലെൻസും വെച്ച് കൊടുത്ത് അവരുടെയൊക്കെ ക്യാമ്പ് വീടുകളുടെ അടുത്ത് നിന്ന് ഞങ്ങളുടെ വണ്ടിയിൽ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവിടാൻ സാധിച്ചതിൽ ഉള്ള സന്തോഷം വാക്കുകളാൽ വർണ്ണിക്കാൻ പറ്റില്ല. പരിമിതമായ സൗകര്യങ്ങളാൽ തുടങ്ങിയ കാരക്കോണം CSI ഹോസ്പിറ്റലിനെ ദക്ഷിണേന്ത്യയിലെ മികച്ച മെഡിക്കൽ കോളേജായി ഉയർത്തിക്കൊണ്ടുവന്നതിനു പിന്നിൽ ഡോക്ടർ ജെ ബെന്നറ്റ് എബ്രഹാം വഹിച്ച പങ്ക് ഏറെ വലുതാണ്. പ്രതിസന്ധികളെ വളർച്ചയുടെ പടവുകളാക്കി മാറ്റിയ ഡോക്ടർ ജെ ബെന്നറ്റ് എബ്രഹാം അശരണരായ അഗതികൾക്കായി കാലം കാത്തുവച്ചിരുന്ന മികച്ചൊരു ഭിക്ഷങ്കുരൻ മാത്രമല്ല, നന്മകളാൽ സമ്പന്നമായ ഒരു മനുഷ്യസ്നേഹി കൂടിയാണ്. അതുതന്നെയാവണം ഡോക്ടർ ജെ ബെന്നറ്റ് എബ്രഹാമിന്റെ ജീവിതകഥയിൽ വരച്ചു കാട്ടുന്ന വിജയരേഖയും.